ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് 5 പൈസ കോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ തമിഴിൽ കാണിച്ചതുപോലെ ചോപ്പ് മയായിരുന്നു പൊതുവെ മാർക്കറ്റ്. അടിപൊളി. ഇന്നലെ ഞാൻ തമിഴിൽ എന്താണ് പറഞ്ഞത്, നിഫ്റ്റി താഴേക്ക് അടിക്കുമോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. പക്ഷെ ആ ക്വസ്റ്റ്യൻ മാർക്കിനെ മാറ്റിക്കൊണ്ട് മാർക്കറ്റ് താഴേക്ക് അടിച്ച് കിഡിലും ഒരു ഡൗൺവേർഡ് ട്രെൻഡിങ് ഡേ ആയിരുന്ന ദിവസമായിരുന്നു. മിഡ് ക്യാപ്പ് ട്രെൻഡ് ഡൗൺ ആയിരുന്നു, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ട്രെൻഡ് ഡൗൺ ആയിരുന്നു. നിഫ്റ്റിയും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ട്രെൻഡ് ഡൗൺ. ചുരുക്കി പറഞ്ഞാൽ മൂന്നും ട്രെൻഡ് ഡൗൺ ആയ ഒരു ദിവസമായിരുന്നു. കിഡിലും ട്രെൻഡിങ് ഡൗൺ ആയ ഒരു ദിവസമായിരുന്നു നമ്മളെ മാർക്കറ്റ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. വലിയ ഒരു എന്താണ് ഹെവി നല്ലൊരു ട്രേഡിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ദിവസമായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത് നമ്മുടെ കുറച്ച് ആൾക്കാരുടെ എൻക്വയറീസ് വരുന്നുണ്ട്. യൂട്യൂബിൽ പ്രീമിയത്തിൽ ഞാൻ ഈ ഓപ്ഷൻസിന്റെ ടേബിൾ കൊടുക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടുമോ ചോദിച്ചിരുന്നുണ്ട്. യൂട്യൂബിലെ പ്രീമിയത്തിന്റെ 999 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്കായിരിക്കും ഈ വരാൻ പോകുന്ന മാർച്ച് മാസം മുതൽ കൊടുക്കുന്നത്. ഈ 299 399 പ്ലാനിലുള്ളവർക്കൊന്നും ഈ ഓപ്ഷൻസിന്റെ ടേബിൾ കൊടുക്കില്ല. പകരം മാർച്ച് മന്ത് വരെ എല്ലാവർക്കും കിട്ടും. മാർച്ച് മാസം മുതൽ 999 എന്നൊരു കമ്മ്യൂണിറ്റിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 പൈസയിൽ എന്റെ റെഫറൽ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാനത് തരുന്നുണ്ട്. ഇപ്പം ചുരുക്കി രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാം. ഒന്ന് 5 പൈസയിൽ എന്റെ റെഫറൽ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമെങ്കിൽ ആ ലിങ്ക് അത് നിങ്ങൾക്ക് ഓപ്ഷൻസിന്റെ ടേബിളും ബാക്കിയുള്ള ഈ റണ്ണിങ് കമന്ററി ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം വഴി കിട്ടുന്നുണ്ട്. രണ്ടാമത്, യൂട്യൂബിലെ പ്രീമിയം കമ്മ്യൂണിറ്റിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഈ വരാമുന്ന മാർച്ച് മാസം മുതൽ 999 എന്ന് പറഞ്ഞൊരു പാക്കിന് മാത്രമേ ഉള്ളൂ. ബാക്കി 299 കിട്ടില്ല. പകരം 999 എന്ന് പറഞ്ഞാൽ ഹയർ പാക്കിന് മാത്രമേ കിട്ടുള്ളൂ. കാരണം പലരും കുറച്ച് പേരൊക്കെ ചോദിക്കുന്നു, സാറേ ഞാൻ 999 ചെയ്തിട്ട് എന്റെ അതേ ഫീച്ചർ 299 ആൾക്കാർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 999 ഉള്ളവർക്ക് മാത്രമേ മാർച്ച് മന്ത് മുതൽ കൊടുക്കുന്നുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ അറിയിപ്പാറ്റി വെച്ചേക്കുക. മൂന്നാമത്, ഈ വരാൻ പോകുന്ന മാർച്ച് മാസത്തില് എന്റെ മെന്ററിങ്ങിന്റെ പുതിയൊരു ബാച്ച് തുടങ്ങും. ജനുവരി തുടങ്ങിയ ബാച്ചിന് ശേഷം മാർച്ചിൽ പുതിയൊരു മെന്ററിങ്ങിന്റെ ബാച്ച് തുടങ്ങുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതിനെ കുറിച്ച് എല്ലാം അറിയാൻ വേണ്ടി തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ നമുക്ക് മാർക്കറ്റിന്റെ ആ ഒരു സ്ട്രാറ്റജിയുടെ കാര്യത്തിലേക്കും നാളത്തേക്കുള്ള ലെവൽ ട്രേഡിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. സോ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് ഒരു ഓപ്പൺ നമ്മളെ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലാണ് മിഡ് ക്യാപ്പ് അവിടെ ഓപ്പൺ ചെയ്തു. അതിന് മുകളിൽ ട്രേഡ് ട്രിഗർ ആയിട്ടില്ല. താഴേക്ക് ഇറങ്ങി 10 മണിയായപ്പം ബെയറിഷ് റെഫറൻസ് പൊട്ടി. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, പിന്നെ അങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ അടിയിൽ പൊത്തുപോയ ഒരു സെല്ലിങ്ങോട് കൂടി താഴേക്ക് വന്നു. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ ഫസ്റ്റ് ക്യാൻഡിലിൽ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി മുകളിൽ പോയി. പക്ഷെ ബൈനേഷ് അതിന് മുകളിൽ ട്രിഗർ ആയിട്ടില്ല. ഒരു 10 മണി 12 മണിയൊക്കെ ആയപ്പോൾ ബെയറിഷ് റെഫറൻസ് പൊട്ടി. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് എന്ന ദിവസമായിരുന്നു. നിഫ്റ്റി നോക്കിയാലും ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ പൊട്ടി 6 മുകളിൽ വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ട്രേഡ് നമുക്ക് ആക്റ്റീവ് അല്ല. നമ്മളെ ട്രേഡ് തുടങ്ങിയിരിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ തുടങ്ങിയ ബെയറിഷ് റെഫറൻസ് പൊട്ടി. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, അതിന് താഴേക്കും കൂടെ മാർക്കറ്റ് വന്ന ദിവസമായിരുന്നു സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ഫെയിൽഡ് ഓപ്ഷൻ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചതിന് ശേഷം നിഫ്റ്റി എന്ത് ചെയ്തു, ആ ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റ് തരാതെ അവൻ താഴേക്കടിച്ച് നെഗേറ്റ് ചെയ്ത ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റും കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ന്യൂട്രൽ എക്സ്ട്രീം ഡേ ട്രേഡ് സെറ്റ് പ്രകാരം നമ്മൾ റിവേഴ്സ് പൊസിഷനാണ് എടുത്തിരുന്നത്. അത് നമ്മളിന്ന് മോർണിംഗിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഫെയിൽഡ് ഓപ്ഷനെ നെഗേറ്റീവ് ടാർഗറ്റ് കിട്ടി. അതിനിടയ്ക്ക് ഒരു ഫെയിൽഡ് ഓപ്ഷൻ ട്രേഡ് സെറ്റപ്പ് എടുത്തു. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു. എന്നാൽ കൂടെ നെഗേറ്റ് ചെയ്ത ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റ് സെക്കൻഡറി കിട്ടി. 3 ട്രേഡ് ഒരു മാർക്കറ്റ് പ്രൊഫൈലിലെ സെറ്റപ്പ് ഒരു ട്രേഡ് കിട്ടി. പ്രോഫിറ്റബിൾ ആയിട്ട് എൻഡ് ആയിട്ട് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിൽ വന്നത്. സോ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് ഡൗൺ ഡേ ആണ്. ട്രെൻഡിങ് ഡൗൺ ഡേ വിത്ത് ഈ പീരീഡിന് എക്സ്റ്റൻഷനിൽ വന്ന സിംഗിൾ പ്രിന്റോട് കൂടെ വന്ന ട്രെൻഡിങ് ഡൗൺ ഡേ ആണ് നിഫ്റ്റി. ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. ഒരു ഓപ്പൺ ഡ്രൈവിന്റെ ഒരു ഫെസിലിറ്റി ഒക്കെ ലാർജ് എയർ സിംഗിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ വോളിയം ആദ്യം വളരെ കുറവായിരുന്നു മാർക്കറ്റിലെ ഫീച്ചേഴ്സിൽ. സോ ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. ഇറ്റ്സ് എ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ. ഇറ്റ്സ് എ ട്രെൻഡിങ് ഡൗൺ ഡേ ആണ്. POC വന്നേക്കുന്നത് 25,605 അവിടെയാണ് POC. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, ഈ സപ്പോർട്ട് ലെവലൊക്കെ താഴേക്ക് ഒന്ന് വരച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം,
POC ഒന്ന് താഴേക്ക് കൊണ്ടുവരാൻ 25,605 അവിടെയാണ് POC വന്നിരിക്കുന്നത്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലാണ് 25,780 25,780ക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻട്രി ചെയ്യുമ്പോൾ അവിടെ വെച്ച് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. 780 മുകളിൽ ബൈ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,830 25,830യുടെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,875 25,875യുടെ ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,925. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡ് ടാർഗറ്റ്. നാളെ അപ്പർ സൈഡ് പ്രതീക്ഷയൊന്നും നിങ്ങൾ മാർക്കറ്റിൽ വെക്കേണ്ട. ഈ ഒരു POCയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ച് പുട്ട് ഓപ്ഷൻ ട്രൈനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. മിക്കവാറും നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും വരുന്നത്. ട്രെൻഡിങ് ഡൗൺ ഡേ ആയതുകൊണ്ട് മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഇറ്റ് വിൽ ഫോളോ ദ ട്രെൻഡ്, അതായത് ഗ്യാപ് ഡൗൺ ഓപ്പണിലേക്ക് വരും. ഇല്ല നാളെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് എൻ്റർ ആവണമെങ്കിൽ അവിടെ വെച്ചൊരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കോൾ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ വിൽക്കാം. ഇതായിരിക്കും ഒരു ട്രേഡബിൾ ആക്ഷൻ. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ 25,365 370 താഴെ നിങ്ങൾക്ക് സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ് ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,370ന്റെ ഭാഗത്ത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ആ സെല്ലിംഗ് അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോകും? നമ്മൾ ഈ ഗ്യാപ് സോണിന്റെ ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,370 താഴെ നിൽക്കുമ്പോൾ ആദ്യം വരുന്നത് 25,315ന്റെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,315ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 25,275 എത്ര 25,280 25,275യുടെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ അല്ല, പകരം സിംഗിൾ പ്രിന്റ് ആയ ഈ ഒരു POCയിൽ സിംഗിൾ പ്രിന്റ് ആയ 25,220 എത്രയാണ് 25,220ന്റെ ഭാഗത്തേക്ക് വരാം. വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക, നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഞാനൊരു കാര്യം പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഈ 24,860 ഭാഗത്തേക്ക് മാർക്കറ്റ് മെയിൻ റിവേർഷൻ തലമുള്ള ട്രേഡ് സെറ്റപ്പ് വളരെയധികം കൂടുതലാണ്. അത് നമ്മുടെ ട്രേഡ് ചെയ്യുന്ന തലവസ്ഥ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള റെഫറൻസ് ലെവലുകൾ. അതേപോലെയാണ് ബാങ്ക് നിഫ്റ്റി. ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. ഇറ്റ്സ് എ ട്രെൻഡിങ് ഡൗൺ ഡേ ആയിരുന്നു. POC 63,063ന്റെ ഭാഗത്താണ് POC നിൽക്കുന്നത്. ആ POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 63,063ന്റെ ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ട് 61,063ന്റെ ഭാഗത്തേക്ക്. അപ്പൊ നാളെ നിങ്ങൾ എന്ത് ട്രേഡ് ചെയ്യാം? നാളെ ഈ POCയുടെ ഭാഗത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചൊരു ട്രേഡ് ചാൻസ് ഉണ്ട്. ഇനി ബൈ എന്ന് പറഞ്ഞാൽ 61,408 മുകളിൽ മാത്രമേ 61,408 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരാം? 61,544ന്റെ ഭാഗത്തേക്ക്, അതാണ് 61,544ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 61,675ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് 61,000 എത്രയാണ് 61,790 എത്രയാണ് 61,790യുടെ ഭാഗത്തേക്കും വരും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്പർ സൈഡ് റെഫറൻസ് ലെവലുകൾ. ഇനി നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്നത് ഈ ഒരു കണ്ട 60,446 താഴെ മാത്രമേ ഇനി സെല്ലിംഗ് ഉള്ളൂ കേട്ടോ. 60,446 താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, കുഴപ്പമില്ല. 60,570 താഴെ 60,570 താഴെ നമുക്കൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ POC 60,447 ഫസ്റ്റ് 60,447ന്റെ ഭാഗത്തേക്ക് വരും. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 60,301 എത്രയാണ് 60,301ന്റെ ഭാഗത്തേക്ക് 60,301ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,140 എത്രയാണ് 60,140. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു സെറ്റപ്പ്. അപ്പൊ നാളെ നിങ്ങൾക്ക് ഈ POCയുടെ ഭാഗത്ത് കിട്ടുവാണെങ്കിൽ അവിടെ വെച്ചൊരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. അത് തെറ്റായ ട്രേഡ് ഒന്നുമല്ല, ഇറ്റ്സ് എ ഗുഡ് ട്രേഡ്. മാർക്കറ്റ് റിയാക്ട് ചെയ്യും, കാരണം ട്രെൻഡിങ് ഡൗൺ ഡേ ആയതുകൊണ്ട് POCയുടെ ഭാഗത്ത് കിട്ടുമെങ്കിൽ അവിടെ വെച്ച് മാർക്കറ്റ് ഒരു താഴേക്ക് വരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പും നിഫ്റ്റിയെ പോലെ ബാങ്ക് നിഫ്റ്റി പോലെ ട്രെൻഡിങ് ഡൗൺ ഡേ ആയിരുന്നു. സോ മിഡ് ക്യാപ്പിന്റെ POC വന്നിരിക്കുന്നത് 13,570ന്റെ ഭാഗത്തേക്കാണ് POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് മാറ്റി വെക്കാം. 13,570ന്റെ ഭാഗത്തേക്ക് ആ POC ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത്
ഇനി സെല്ലിംഗ് ഉണ്ട്. ഇപ്പൊ ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഇതാണ്. 13,380 താഴെ മാത്രമേ മിഡ് ക്യാപ്പിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 13,380 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് 13,335. എത്രയാണ്? 13,335ന്റെ ഭാഗത്തേക്ക് വരാം. 13,335ന്റെ ഭാഗത്തേക്ക് വരാം. 13,335ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് 13,290, 13,290ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഭാഗം 13,248, അത് ഫില്ല് ചെയ്യാനുള്ള 13,248ന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഇത് ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് എങ്ങനെയാണ് പറഞ്ഞത് അതേപോലെ പി ഒ സിയുടെ ഭാഗത്തേക്ക് കിട്ടുമ്പോൾ പുട്ട് ഓപ്ഷൻ ട്രേഡിനെ കുറിച്ച് നല്ല രീതിയിൽ വർക്കാം. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 13,655 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് എടുക്കുന്നു. 13,655 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 13,695ന്റെ ഭാഗത്തേക്ക് വരാം. 13,695യുടെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,745, എത്രയാണ്? 740, 13,740, എത്രയാണ്? 13,740ന്റെ ഭാഗത്തേക്കും വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് 13,000, ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ 13,800, 784, 13,784ന്റെ ഭാഗത്തേക്കും വരാം. അപ്പം മിഡ് ക്യാപ്പിലും ബാങ്ക് നിഫ്റ്റിക്കും എല്ലാ നിഫ്റ്റിക്കും ഇന്നത്തെ പി യു സിയുടെ ഭാഗത്തേക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ചൊരു പുട്ട് ഓപ്ഷൻ ട്രേഡിനെ കുറിച്ച് നല്ല രീതിയിൽ വർക്കാവും. മാർക്കറ്റ് ട്രെൻഡിങ് ഡൗൺ ഡേ ആണ്. മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ആ ട്രേഡ് ഡീലിന്റെ തലേ ദിവസം പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മാർക്കറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പം വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.